രാവിലെ തന്നെ ആവതിനെ കൊണ്ട് പത്തനാപുരത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. 10 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനുവരി ആയപ്പോഴേ ആവതിന് 10 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യം ഓരോ പനിയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അങ്ങനെ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അവനെയും കൊണ്ട് വന്നു. അങ്ങനെ കുത്തിവെപ്പുകാരുടെ ഒക്കെ ഒരു പരുവമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വന്ന് എന്തായാലും കുത്തിവെപ്പൊക്കെ കിട്ടി. കുത്തൊക്കെ കൊണ്ട് ആവതി ഇങ്ങനെ നിന്നപ്പോൾ ആവതിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കുത്തിവെക്കാൻ വരാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ അനിയനാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ആവതിനോട് വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കുറച്ച് കോക്കനട്ട് ബണ്ണൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എല്ലാവരും ഉണ്ട്. എൻ്റെ അക്കാടെ പിള്ളേർ, നാത്തൂൻ്റെ മോനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഓരോ പീസ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് മങ്കടയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മങ്കട നല്ല വറുത്തരച്ച് കറിയും വെച്ചു, ചക്കയും വേവിച്ചു, മോര് കറിയും വെച്ചു, പിന്നെ പയറും കൂടെ മെഴുക്ക് വരട്ടെ. കാരണം പിള്ളേർ സെറ്റൊന്നും ചക്ക വേവിച്ചത് കഴിക്കത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ചക്ക വറുത്ത് കൊടുത്താൽ ശരിക്കും ഇന്ന് വേവിച്ചാൽ അങ്ങോട്ട് പാടാ കഴിക്കാൻ. നമുക്കൊക്കെ ഇതില്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചക്ക വേവിച്ചതും മീൻകറിയും മോരും പയറും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.